നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നാത്തൂന് അമ്മയെ കാണാൻ കുറച്ചു മുമ്പ് വീട്ടിലേക്ക് പോയല്ലോ. വിശ്വട്ടൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്താ വിശ്വട്ടാ? മഹി വിളിച്ചിരുന്നു. ഫുഡ് പോയിസൺ ആയിട്ട് മാളു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞു. അയ്യോ, അതെങ്ങനെയാ മാളുവിന് ഫുഡ് പോയിസൺ ഉണ്ടാവുന്നേ? ഗംഗയല്ലേ മാളുവിന് ആഹാരം കൊടുക്കുന്നത്? എന്താ സംഭവിച്ചെന്നറിയില്ല. ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവാ. ഞാനും വരാം. അതിനു മുമ്പ് എന്താ മാളുവിന് കഴിക്കാൻ കൊടുത്തെന്ന് ഗംഗയോട് ചോദിക്കണം. ശരി, വേഗം വാ, ഉടനെ പോണം. നിന്റെ ബോംബ് പൊട്ടിമോളെ. ഇനി നമുക്ക് കളി തുടങ്ങാം. ഇതിന്റെ പേരിൽ ആ ഗംഗ എവിടുന്ന് പുറത്താക്കണം. ഇപ്പൊ പറ്റിയ അവസര. മഹി ഇവിടെ ഇല്ല. ഈ സമയത്ത് അവളെ ഇറക്കി വിട്ടാ ആരും നമ്മളോട് ചോദിക്കില്ല. അതെ, മഹിയേട്ടൻ വരും മുമ്പ് അവളെ ഇവിടുന്ന് ഇറക്കി വിടാം. വേഗം വേണം. ഹോസ്പിറ്റലിലേക്ക് വിശ്വട്ടന്റെ ഒപ്പം നീയും പോണം. എന്നാലേ മാളുവിനെ നിനക്ക് കയ്യിലെടുക്കാനും മഹിയുടെ മനസ്സിൽ കയറാനും സാധിക്കും. ചെല്ല്. എന്റെ മോൾക്കൊന്നും സംഭവിക്കരുത്. ഞാൻ ഈ ഭൂമിയിൽ ആത്മാവായിട്ട് അലയുന്നത് എന്റെ മാളുവിനൊരു ആപത്തും വരാതിരിക്കാനും അവളെ സംരക്ഷിക്കാനുമാണ്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച അതിന് കാരണക്കാരായ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. ഗംഗേ. എന്താ മുത്തശ്ശി? ഒന്നുമില്ല. നീ ഇവിടെ ഉണ്ടോന്ന് നോക്കിയതാ ഞാൻ. മുത്തശ്ശിക്ക് എന്താ ഗംഗയെ ആരെങ്കിലും റാഞ്ചി കൊണ്ടുപോകുന്ന പേടിയുണ്ടോ? ഒരു 10 മിനിറ്റ് പോലും അവളെ കൺവട്ടത്തിൽ നിന്ന് മാറാൻ സമ്മതിക്കുന്നില്ലല്ലോ. എനിക്ക് അവൾക്ക് ഞാനും മാത്രമല്ലേ ഉള്ളൂ. അപ്പോ ഇത്തിരി നേരം കാണാതിരുന്ന അറിയാതെ നമ്മൾ അന്വേഷിച്ചു പോകും. അതാ. എന്താ ചേച്ചി? നീ എന്താണ് എന്റെ കൊച്ചിന് കൊടുത്തത്? എന്ത് കൊടുത്തെന്നോ? എന്റെ മാളുന് നീ എന്താ കൊടുത്തേന്ന്? മാളുനോ? അതെ, മാളുന്. മാളുവിന് എന്ത് പറ്റി? ഫുഡ് പോയിസൺ ആയി മാളു ICUയിൽ അഡ്മിറ്റാ. അയ്യോ മാളു. നീ മിണ്ടരുത്. സത്യം പറയടി, നീ എന്ത് വിഷം എന്റെ കൊച്ചിന് കലക്കി കൊടുത്തത്? ഞാനൊന്നും കൊടുത്തില്ല ശ്രേച്ചി. അതിന് ഇന്ന് രാവിലെ മാളു ഒന്നും കഴിച്ചില്ലല്ലോ. ഇവള് മാളുന് പാല് തിളപ്പിക്കുന്ന ഞാൻ കണ്ടല്ലോ. അതിലെന്തെങ്കിലും കലക്കിയാണോ നീ കൊച്ചിന് കൊടുത്തു വിട്ടത്? അയ്യോ, ഞാനൊന്നും ചേർത്തിട്ടില്ല. മാളുന് എന്താ പറ്റിയെന്ന് പറ ശ്രേച്ചി. മാളു ഏത് ഹോസ്പിറ്റലിലാ? എനിക്കിപ്പോ മാളുവിനെ കാണണം. നീ ഒരു മാളുവിനെ കാണുന്നില്ല. ചെയ്തു വെച്ച ഉപകാരങ്ങളൊക്കെ തന്നെ ധാരാളം. എന്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയാ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. നോക്കിക്കോ നീ. ശ്രേയ, നീ എന്തൊക്കെയായി പറയുന്നത്? ഗംഗ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതൊക്കെ എന്തിനാന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഞാൻ ആശുപത്രിയിൽ പോയി മാളുവിന്റെ കാര്യങ്ങൾ നോക്കട്ടെ. തിരിച്ചു വരുമ്പോഴേക്കും നിനക്ക് ജീവൻ വേണമെങ്കിൽ കൂടും കൊടുക്കെടുത്ത് സ്ഥലം വിട്ടോണം. അല്ലെങ്കിലേ മഹിയേട്ടനായിരിക്കും നിന്നെ കഴുത്തിന് പിടിച്ച് വെളിയിൽ കളയുന്നത്. അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല ശ്രേച്ചി. എനിക്ക് മാളുവിനെ കാണണം. മാളുവിന് എന്താ പറ്റിയത്? മിണ്ടരുത് നീ. നിന്റെ മുതലക്കണ്ണീരൊന്നും ഇവിടെ വേണ്ട. ഈ അഭിനയൊക്കെ നീ വേറെ ആരുടെയെങ്കിലും മുന്നിൽ കാണിച്ചാ മതി. ഞാൻ പറഞ്ഞത് മറക്കണ്ട. എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങിക്കോണം. എന്റെ കൊച്ചിനെ കൊല്ലാൻ നോക്കിയിട്ട് ഇവിടെ താമസിക്കാൻ നീ കരുതണ്ടെങ്കെ. മോൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. താങ്ക് യു ഡോക്ടർ. മോളെ ഇപ്പൊ കാണാൻ പറ്റുമോ ഡോക്ടർ? കുറച്ച് കഴിയുമ്പോ ICU ഇറക്കും. അപ്പൊ കാണാം. സ്കൂളുകാര് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. എങ്ങനെയാണ് ഫുഡ് പോയിസൺ ആയതെന്ന് ഒരു ഊഹം കിട്ടുന്നില്ല ഡോക്ടർ. അതെ ഡോക്ടർ, അവൾ ഇന്ന് വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാതെ സ്കൂളിലേക്ക് പോയത്. കുട്ടി പാല് കുടിച്ചിരുന്നല്ലോ. ആ പാലില് എന്തോ പോയിസൺ കലർന്നിട്ടുണ്ടായിരുന്നു.
അതെന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ കെമിക്കൽ ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോ പാല് തിളപ്പിച്ചപ്പോ അറിയാതെ സംഭവിച്ചതായിരിക്കും. ഞാൻ അത്തരം സാധ്യതകളെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. എന്തായാലും മാളുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. ഞങ്ങളുടെ കുഞ്ഞിന് ഒരു കുഴപ്പം കൂടാതെ ഈശ്വരൻ തിരിച്ചു തന്നല്ലോ, അത് മതി. ഓക്കെ, താങ്ക് യു ഡോക്ടർ. നോ മെൻഷൻ. ഐ ജസ്റ്റ് ഡിഡ് മൈ ഡ്യൂട്ടി. കുട്ടി പാല് കുടിച്ചിരുന്നല്ലോ. ആ പാലില് എന്തോ പോയിസൺ കലർന്നിട്ടുണ്ടായിരുന്നു. ഇതിനെന്താ ഒരു ടേസ്റ്റ് വ്യത്യാസം? അതിനകത്ത് ഞാൻ കുട്ടികളുടെ വാശി മാറ്റുന്ന ഒരു പൊടി കലക്കിയിട്ടുണ്ട്. ചുമ്മാ കള്ളത്തരം കാണിക്കാതെ പാല് മുഴുവൻ കുടിക്കുമാളൂ. ഞാൻ കള്ളത്തരം പറഞ്ഞതല്ല. ശരി, സമ്മതിച്ചു. എന്നാലും പാല് മുഴുവൻ കുടിച്ചു തീർക്ക്. അല്ല, മാളുവിന്റെ അസുഖം മാറിയെന്ന് പറഞ്ഞിട്ടും മഹേട്ടന് എന്തോ ഒരു ടെൻഷൻ പോലെ. ഏയ് ഒന്നുമില്ല. എന്താണെങ്കിലും എന്നോട് പറ മഹേട്ടാ. അത് ഗംഗ ഇന്ന് കാറിൽ വെച്ച് മാളുവിന് പാലെടുത്ത് കൊടുത്തിരുന്നു. അയ്യോ, ആ പാലിലാണോ വിഷം ഉണ്ടായിരുന്നേ? അതറിയില്ല, പക്ഷേ മാളുവിന്റെ വാശി മാറാനുള്ള മരുന്ന് അതിൽ കലക്കിയിട്ടുണ്ടെന്ന് ഗംഗ പറഞ്ഞിരുന്നു. അപ്പോ ഗംഗ മനഃപൂർവ്വം എന്തോ പാലില് കലക്കിയിരുന്നു അല്ലേ മഹേട്ടാ? ഏയ്, മാളുവിന് ആപത്ത് വരുന്ന എന്തെങ്കിലും ഗംഗ ചെയ്യുന്ന എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് മഹേട്ടൻ വെറും പാവമായതുകൊണ്ടാ. നമ്മുടെ ചുറ്റും നിൽക്കുന്ന പലർക്കും ശരിക്കും നമ്മളോടുള്ള മനോഭാവം എന്താണെന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അവര് ചിരിച്ച് സ്നേഹത്തോടെ പെരുമാറുമ്പോ നമ്മൾ അവരെ അങ്ങ് വിശ്വസിക്കും. പക്ഷെ അതെല്ലാം ചതിയായിരിക്കും മഹേട്ട. അവരുടെയൊക്കെ മനസ്സിൽ പല സ്വാർത്ഥ താല്പര്യങ്ങളും ഉണ്ടാവും. ഗംഗയുടെ മനസ്സിൽ മറ്റു പല ഉദ്ദേശങ്ങളും ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിന്റെ മനസ്സ് പെട്ടെന്ന് വായിക്കാൻ പറ്റും മഹേട്ട. മാളുവിലൂടെ അവള് ലക്ഷ്യം വെക്കുന്നത് മഹേട്ടനെ തന്നെയാ. അങ്ങനെ അവളെ ലക്ഷ്യം നേടിക്കഴിഞ്ഞ മാളുവിനെ ഒഴിവാക്കാനുള്ള പദ്ധതി അവൾ ഇട്ടിട്ടുണ്ടാവും. അതിനായിരിക്കും ഇപ്പൊ പാലില് വിഷം കലക്കിയത്. ഗംഗ ഇനി നമ്മുടെ വീട്ടിൽ നിൽക്കാൻ അനുവദിക്കരുത് മഹേട്ട. ഉടനെ തന്നെ അവൾ അവിടുന്ന് അടിച്ചിറക്കണം മഹേട്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.